ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2023 എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ഈ ഒരു വർഷത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കും ഒരു ചാനലിൻ്റെ ഉടമയാകാൻ സാധിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് അനദർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണ് കൊടുക്കുന്നത്. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഫോർ മൈസെൽഫ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേരായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചാനലിൻ്റെ പേരിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ J4Jevins വ്ളോഗ്സ് എന്ന് പറഞ്ഞ് നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ ജിമെയിൽ ID ആണ്, അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ J4Jevins vlogs@gmail.com. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫോൺ നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് നമുക്ക് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെരിഫൈ കൊടുത്തു. പിന്നെ നമുക്കിവിടെ ഒരു റിക്കവറി ഇമെയിൽ കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ മെയിൻ റിക്കവറി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല തൽക്കാലം. എന്നിട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇൻഫോ ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ നമുക്ക് യെസ് ഐ എം ഇൻ കൊടുക്കാം. ഇനി നമുക്കിവിടെ ഈ ഒരു ഗൂഗിളിൻ്റെ പോളിസിയൊക്കെ അഗ്രി ചെയ്യണം. സോ നമ്മുടെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലോഗോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ടോപ്പ് കോർണർ വരുന്ന ഒരു ലോഗോ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു അക്കൗണ്ടിൽ നിലവിൽ ചാനൽ ഇല്ല എങ്കിൽ ക്രിയേറ്റ് എ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. സോ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ നമുക്കിവിടെ പേര് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. J4Jevins വ്ളോഗ്സ് എന്ന് പറഞ്ഞ പേര് നമ്മൾ കൊടുത്തു. ഇവിടെ ഹാൻഡിലും J4Jevins വ്ളോഗ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചാനൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ ഈ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമൈസ് ചാനൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ക്രിയേറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ പേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ സ്പോട്ട്ലൈറ്റും ഷോർട്ട് വീഡിയോസ് മറ്റുള്ളവരുടെ ചാനൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഫീച്ചേർഡ് സെക്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ബേസിക് ഇൻഫോയിലേക്ക് വരാം. ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റാനായിട്ട് പറ്റും. 14 ദിവസത്തിൽ 2 തവണയാണ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ഹാൻഡിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മുടെ ചാനൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആഡ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ലാംഗ്വേജിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, ഇന്ത്യ. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഇവിടെ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് നമുക്ക് കൊടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് കൊടുക്കുക, ജാപ്പനീസിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ജാപ്പനീസിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് എങ്ങനെയാണ് വരുന്നതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ജാപ്പനീസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ പല ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കിവിടെ അടുത്തൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ചാനൽ URL. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ ചാനലിൻ്റെ URL വരുന്നത്. ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്കാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ നമുക്കിവിടെ ലിങ്ക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ പല പ്ലാറ്റ്ഫോമുകളുടെ ലിങ്ക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, നിങ്ങളുടെ വെബ്സൈറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഒന്ന് ആഡ് ചെയ്തു. എന്നിട്ട് website.com ചുമ്മാ ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ ഇവിടെ വേറെ ഓപ്ഷനും കൂടെ ഉണ്ട്, ലിങ്ക്സ് ഓൺ ബാനർ. അപ്പോൾ എത്ര ലിങ്കുകൾ നിങ്ങളുടെ ബാനറിൽ കാണിക്കണമെന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓർഡർ മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമാണ് കാണേണ്ടത്. അപ്പോൾ അത് ആ ഒരു ഓർഡറിൽ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് 2 ലിങ്ക്സ് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ആയിരിക്കും നിങ്ങളുടെ ബാനറിൽ കാണുന്നത്. നിങ്ങളുടെ ബാനറിൻ്റെ റൈറ്റ് സൈഡ് ബോട്ടം കോർണറിലായിരിക്കും ഈ ഒരു ലിങ്കുകൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക്
ഇവിടെ ഒരു ഇമെയിൽ ID കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം, എന്തെങ്കിലും ബിസിനസ്സിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങൾക്കോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു കോൺടാക്റ്റ് ഇമെയിൽ ID ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പബ്ലിഷ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേഞ്ചസ് ഒക്കെ സേവ് ആയിട്ടുണ്ട്. എന്നിട്ട് വ്യൂ ചാനൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ആയിട്ട് വരും. ചാനൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ അബൌട്ട് സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ എഴുതിയ കാര്യങ്ങൾ വന്നു. ഐ ഡാസ് ബ്ലോഗിങ് ഓൺ ദിസ് ചാനൽ, പിന്നെ ഡീറ്റെയിൽസ് ഫോർ ബിസിനസ് ഇൻക്വയറീസ് നമ്മൾ കൊടുത്ത ഇമെയിൽ ID ഇവിടെ ഉണ്ട്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വെബ്സൈറ്റിൻ്റെ ലിങ്കുകളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രാൻഡിങ്ങിലേക്ക് വരാം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോയും ബാനറും വാട്ടർമാർക്കും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചാനലിൻ്റെ ലോഗോ കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യം വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 98x98 പിക്സൽസ് അല്ലെങ്കിൽ പിന്നെ 4 MB താഴെ ആയിരിക്കണം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. PNG അല്ലെങ്കിൽ ജിഫ് ഇമേജസ് ആയിരിക്കും നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ആനിമേഷനൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു 800x800 ഈ ഒരു ലോഗോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി നമ്മൾ കൊടുക്കുക. കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബാനർ ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ ഓൾറെഡി ഒരു ബാനർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാനർ എങ്ങനെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാനറും അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു വീഡിയോ വാട്ടർമാർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വാട്ടർമാർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലോഡ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വരുന്നുണ്ട്. നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെയും ബാനർ ഇമേജിൻ്റെയും വീഡിയോ വാട്ടർമാർക്കിൻ്റെയൊക്കെ റെസൊല്യൂഷനും അതിൻ്റെ ഫയൽ സൈസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇമേജാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് നൗ എന്ന് പറയുന്ന ഒരു ഇമേജാണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ ഇമേജാണ്. ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ നമുക്കിവിടെ ഡിസ്പ്ലേ ടൈം കാണിക്കുന്നുണ്ട്. ഏതൊരു സമയത്താണ് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബിൻ്റെ ഒരു ബട്ടൺ വരേണ്ടതെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എൻഡ് ഓഫ് ദ വീഡിയോ, കസ്റ്റം സ്റ്റാർട്ട് ടൈം, എൻറ്റയർ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ എൻറ്റയർ വീഡിയോ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബ് നൗ എന്ന് പറയുന്ന ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഇത് പബ്ലിഷ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ കുറച്ച് സെറ്റിങ്സ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സെറ്റിങ്സ് ടാബിലേക്ക് വരിക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഉള്ളൊരു ബട്ടണാണത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ പുതിയൊരു ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിലായിരിക്കും നമ്മുടെ ചാനലിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ജനറലായിട്ട് നമുക്ക് കറൻസി കൊടുക്കാനായിട്ട് ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇന്ത്യ എന്നായതുകൊണ്ട് തന്നെ നമുക്ക് INR എടുത്ത് കൊടുക്കാം. അവിടെ ഇന്ത്യൻ റുപ്പി നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ റവന്യൂയുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റിലായിരിക്കും കാണിക്കുന്നത്. നമുക്ക് ചാനലിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഇൻഫോ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യ എടുത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ചാനലിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് കീവേഡ്സ് കൊടുക്കാം. അപ്പോൾ അത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഓഡിയൻസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വീഡിയോ കുട്ടികൾക്ക് ഉണ്ടാക്കിയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണിതുള്ളത്. ഞാനിവിടെ ഐ വാണ്ട് ടു റിവ്യൂ ദി സെറ്റിംഗ് ഫോർ എവറി വീഡിയോ ആണ് കൊടുക്കുന്നത്. ചില വീഡിയോസ് നമുക്ക് കിഡ്സിന് വേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടാണ്, കുറച്ചും കൂടെ കൺട്രോളിന് വേണ്ടിയിട്ട്. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് മോണിറ്റൈസേഷന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത്. കൊടുത്തിട്ടു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ക്യാപ്ഷൻസ് ഉണ്ട്. പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഇത് കാണിക്കില്ല. അപ്പോൾ ജസ്റ്റ് അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ അലോ വ്യൂവേഴ്സ് ടു ക്ലിക്ക് മൈ കണ്ടൻറ്റ്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ നിങ്ങളുടെ കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിവിടെ ഫീച്ചർ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, എനേബിൾ ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത് വീഡിയോ അപ്ലോഡ്സ്, പ്ലേലിസ്റ്റ് ക്രിയേഷൻ, കൊളാബറേറ്റേഴ്സ് ടു പ്ലേലിസ്റ്റ്, പിന്നെ ന്യൂ വീഡിയോ ടു എക്സിസ്റ്റിംഗ് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം.
അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സിൽ നമുക്ക് 15 മിനിറ്റിൽ കൂടിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും, കസ്റ്റമായിട്ടുള്ള തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പറ്റും. അപ്പോൾ അതിനായിട്ട് വെരിഫൈ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ പുതിയൊരു ടാബ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് മീ വിത്ത് വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ സെലക്ട് ചെയ്തു. ഞാൻ എൻ്റെ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിവിടെ ഗെറ്റ് കോഡ്, ഇവിടെ ഒന്നുകൂടെ ടെക്സ്റ്റ് മീ വിത്ത് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് കോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് വരും. ആ ഒരു കൊടുത്ത നമ്പറിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു നമ്പർ കിട്ടി, ഇവിടെ സൗണ്ട് കിട്ടും. അപ്പോൾ ഞാനത് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്തു. കൺഗ്രാജുലേഷൻസ് യുവർ ഫോൺ നമ്പർ ഹാസ് നൗ ബീൻ വെരിഫൈഡ്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫീച്ചർ എലിജിബിലിറ്റിയിൽ കണ്ടോ ഈ ഒരു ഫീച്ചർ എനേബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, ഇത് കുറച്ച് ടൈം എടുക്കുന്നൊരു സംഭവമാണ്. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മെയിനായിട്ട് യൂട്യൂബ് ചാനലിൽ റൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത്തരം കാര്യങ്ങളാണോ ഉള്ളത്. അപ്പോൾ സേവ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ പബ്ലിഷ് ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്ക് വ്യൂ ചാനൽ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ നല്ല അടിപൊളി ഒരു ബാനറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ലോഗോ വന്നിട്ടുണ്ട്, ചാനലിൻ്റെ പേരും ഇവിടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ടിൽ എൻഡ് വരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള അറിവുകളൊക്കെ ഒരു വീഡിയോയിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സെറ്റ് ചെയ്ത ബാനർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.